KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഉടൻ മാറ്റില്ലെന്ന് ഹൈക്കമാൻഡ് ഉറപ്പു നൽകി. സുധാകരനെ നിലനിർത്തി പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാതെ ഒരു തീരുമാനവും ഉണ്ടാകില്ലെന്ന് ഉറപ്പും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. സുധാകരൻ പദവിയിൽ തുടരുമെന്ന് വ്യക്തമാക്കിയെങ്കിലും പുനഃസംഘടനാ ചർച്ചകൾ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഹൈക്കമാൻഡിന്റെ പരിഗണനയിലായിരുന്നു. ഇത് സംഘടനാ സംവിധാനത്തെ ദുർബലമാക്കുന്നുവെന്ന വിലയിരുത്തലിൽ നിന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. അതേസമയം സുധാകരനെ മാറ്റിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റണി തുടങ്ങിയ പേരുകൾ പരിഗണനയിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ നിലവിൽ ഹൈക്കമാൻഡ് സുധാകരനെ പിന്തുണച്ച് സംയമനം പാലിക്കുകയാണ്. അതൊന്നും ഞങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. APC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചേർച്ചില്ല. ഞങ്ങൾ ഇത് രണ്ടുപേരും കൂടി കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചോ പാർട്ടി ഘടനയെ സംബന്ധിച്ചോ ഉള്ള തീരുമാനങ്ങൾക്ക് അന്തിമ തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിൻ്റെതാണ്. വെറുതെ ആവശ്യമില്ലാത്ത വാർത്തകൾ വന്ന് പാർട്ടി പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും പാർട്ടി വിശ്വാസികളുടെ പ്രയാസം ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. KC വേണുഗോപാൽ ഇന്നലെ സുധാകരനുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഈ കാര്യത്തിൽ ആശയവിനിമയത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ നേരത്തെയായി കണ്ടെത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. സാഗ്, the ultimate entertainment destination. Watch സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.